ആറന്മുള വിവാദ ഭൂമിയിലെ പദ്ധതിക്ക് IT വകുപ്പിന്റെ പിന്തുണ വ്യവസായ വളർച്ചയ്ക്ക് പ്രയോജനകരമാണെന്നാണ് KSITIL ബോർഡ് വിലയിരുത്തിയത്. മുൻപ് IT വകുപ്പ് ആറന്മുള വിവാദ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് IT വകുപ്പിന് കത്ത് നൽകിയിരുന്നു. അതേസമയം ആറന്മുള നിലപാടിൽ മാറ്റമില്ലെന്നും നെൽവയലും തണ്ണീർത്തടവും നികത്തുന്നതിനെയാണ് എതിർക്കുന്നതെന്നും കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ IT വകുപ്പിന് കീഴിൽ വരുന്ന കമ്പനിയാണ് KSITIL. ഈ കമ്പനിയാണ് നിലവിൽ ആറന്മുള വിവാദ ഭൂമിയിലെ പദ്ധതിക്ക് പിന്തുണ നൽകിയത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് KGS ഗ്രൂപ്പ് പുതിയ പദ്ധതിയുടെ അപേക്ഷയുമായി IT വകുപ്പിന് മുന്നിലെത്തിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് KGS ഗ്രൂപ്പ് അപേക്ഷ സമർപ്പിച്ചത്. 344 ഏക്കർ വരുന്ന പ്രദേശത്തെ ഭൂരിഭാഗവും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും തണ്ണീർത്തട പ്രദേശവുമാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇളവാണ് IT വകുപ്പിനോട് KGS ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത്. ഇതിലാണ് നിലവിൽ KSITIL പിന്തുണ നൽകിയത്. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഈ പദ്ധതി പ്രയോജനകരമാകുമെന്നാണ് IT വകുപ്പിന്റെ റിപ്പോർട്ട്. പദ്ധതി വേഗത്തിലാക്കാൻ ഏകജാലക ക്ലിയറൻസ് ബോർഡ് സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ആറന്മുളയുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്ന് മന്ത്രി P. പ്രസാദും പറഞ്ഞു. നെൽവയലും തണ്ണീർത്തടവും നികത്തുന്നതിനെയാണ് എതിർക്കുന്നത്. കണ്ടെത്തിയ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ഫയലിനകത്തെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റു തലങ്ങളിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടായിട്ട് എനിക്കറിയില്ല. അത്തരം ചർച്ചകൾക്ക് എല്ലാം ഫയൽ വന്നു. ആ ഫയലിനകത്ത് ഞങ്ങൾ ഈ കാര്യം എല്ലാം പരിശോധിച്ചു. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് വാങ്ങി, പത്തനംതിട്ടയിൽ നിന്നടക്കം റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു പഴയ സമരത്തിന്റെ ഹാങ് ഓവർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതല്ല. ഈ കാര്യമെല്ലാം തന്നെ വെച്ചുകൊണ്ട് എനിക്ക് പ്രദേശം അറിയാവുന്ന ഒരാളാണെന്നുള്ള തരത്തിൽ അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ട് റിപ്പോർട്ടൊന്നും വരേണ്ടതില്ല എന്നുള്ള നിലപാടല്ല ഞാൻ സ്വീകരിച്ചത്. പത്തനംതിട്ടയിൽ നിന്നടക്കം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്ത് എല്ലാ തലങ്ങളിൽ നിന്നും വന്ന ആ ഫയലിനകത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അറിവും എൻ്റെ പരിചയവും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ അക്കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ നിലപാടാണത്. ജനം, തിരുവനന്തപുരം.